പ്രിയപ്പെട്ടവരെ, നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവിൽ നിന്നും വ്യത്യസ്തമായി നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് മനോഹരവും പ്രകൃതിരമണീയവുമായ ഒരു സ്ഥലത്തെക്കുറിച്ചാണ്. സ്വപ്നതുല്യമായ ആ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും നമുക്ക് അവിടേക്ക് പോകാം. വരൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽ മലയിലാണ്. പശ്ചിമഘട്ട മലനിരകളിൽ ഉൾപ്പെട്ട ഇല്ലിക്കൽ മലയിലെ പ്രധാന ആകർഷണം ഇല്ലിക്കൽ കല്ല് എന്ന മോണോലിത്ത് പാറയാണ്. വിശാലമായി കിടക്കുന്ന ഒറ്റക്കല്ലിനെയോ പാറയോ ആണ് മോണോലിത്ത് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 57 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന 3 മലകൾ ഉൾപ്പെട്ട പ്രദേശമാണ് ഇല്ലിക്കൽ കല്ല്. ഓരോ മലയ്ക്കും ഓരോ ആകൃതിയാണ് ഉള്ളത്. അവയിലൊന്ന് കൂണിൻ്റെ ആകൃതിയിലാണ്, മഷ്റൂം. അതിനാൽ ഇതിനെ കുടക്കല്ല് അഥവാ അംബർല റോക്ക് എന്ന് പറയും. മറ്റൊരു മല കൂനിൻ്റെ ആകൃതിയിലാണ്. അതിനെ കൂനുകല്ല് അഥവാ ഹഞ്ച് ബാക്ക് റോക്ക് എന്ന് പറയും. 2 മലകളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് 1/2 അടി വീതിയിൽ ഒരു പാലമുണ്ട്. ഇതിനെ നരകപ്പാലം അഥവാ ബ്രിഡ്ജ് ടു ഹെൽ എന്ന് വിളിക്കുന്നു. മുന്നിലാവ് പഞ്ചായത്തിലും തലനാട് വില്ലേജിലും മീനച്ചിൽ താലൂക്കിലും ഉൾപ്പെട്ട പ്രദേശമാണ് ഇത്. മലയിൽ നിന്നും ധാരാളം അരുവികൾ ഉത്ഭവിക്കുന്നു. അവയെല്ലാം കൂടി ചേർന്ന് മീനച്ചിലാർ എന്ന പുഴയായി ഒഴുകുന്നു. ഏതാണ്ട് 1 കിലോമീറ്റർ ട്രെക്ക് ചെയ്തു വേണം ഈ മലയുടെ മുകളിൽ എത്തിച്ചേരാൻ. ഇല്ലിക്കൽ കല്ലിൻ്റെ പ്രത്യേകത, ഈ പാറയുടെ ഒരു ഭാഗം അടർന്ന് വീണിരിക്കുന്നു. ബാക്കി പകുതി ഭാഗം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. മറ്റൊരു പ്രത്യേകത, ഇവിടങ്ങളിൽ നീലക്കൊടുവേലി എന്ന സസ്യം വളർന്നു നിൽക്കുന്നു എന്ന് കരുതപ്പെടുന്നു. സസ്യത്തിൻ്റെ നീലപ്പൂക്കൾക്ക് അമാനുഷിക ശക്തിയുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. പൂക്കൾ ധനധാന്യ വർധനവിന് കാരണമായി തീരുന്നു. ഈ പ്രദേശത്തിന് അടുത്തുള്ള സ്ഥലമാണ് തീക്കോയ്. കൊടൈക്കനാലിലെ തൂൺപാറകളുടേതിന് സമാനമാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ ഭംഗിയും ഭൂപ്രകൃതിയും. ഇല്ലിക്കൽ കല്ലിൻ്റെ സമീപ നഗരങ്ങളാണ് മൂന്നിലാവ്, ഈരാറ്റുപേട്ട, പാല എന്നിവ. മലമുകളിൽ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ നീലവര പോലെ അറബിക്കടൽ കാണാൻ സാധിക്കും. സ്വദേശികളെയും വിദേശികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഇല്ലിക്കൽ കല്ലിൻ്റെ മനോഹാരിത എന്നെന്നും നിലനിൽക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.